ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ തനിമയുള്ള ഒരു മീറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കലാരൂപതയുടെ ഏറ്റവും വലിയൊരു മുന്നേറ്റ പ്രസ്ഥാനമാണ് PSWS എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് പതിറ്റാണ്ടുകളിലൂടെ നിരവധിയായ പുത്തൻ ആശയങ്ങൾ ക്രോഡീകരിച്ച് വലിയ സംരംഭങ്ങൾ എല്ലാം നടത്തി വരികയാണ്. നമ്മളുടെ രൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ്. 75 വർഷത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ മാസം 26-ാം തീയതി. അന്നും അതിനു മുമ്പും നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ആ പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു സ്മാരകമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ശാന്തോം ഫുഡ് ഫാക്ടറി നിലവിൽ വരുന്നത്. ഒരു വളരെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഫാക്ടറിയാണ്. അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് സാധാരണഗതിയിൽ നമുക്കിവിടെ കിട്ടുന്നതല്ല, സമീപ പ്രദേശങ്ങളിൽ ഒരിടത്തും ഉള്ളതല്ല. അപ്പം അതിനെ നമ്മൾ ഒരു ഓർഡിനറി ലെവലിലെടുത്ത് കപ്പയുണക്കാനോ അല്ലെങ്കിൽ അരി വറുക്കാനോ ഉള്ളൊരു സ്ഥാപനം മാത്രമായിട്ടല്ല കാണേണ്ടത്. അതിൻ്റെയൊക്കെ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന ഹൈടെക് എൻജിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്നാംകിട വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലൂടെ ഈ ദേശത്തെ സാധാരണക്കാർക്കും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്കും ഉപകാരം കിട്ടത്തക്ക രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. ഇവിടെ ഡൻഡി സാറും കൈലച്ചനും പറഞ്ഞതുപോലെ ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംരക്ഷണമുണ്ട്. അവരുടെ അറിവിലും അവരുടെ ഭാഗികമായിട്ടുള്ള സഹായത്തോടും കൂടിയാണ് നമ്മളിതെല്ലാം ബിൽഡപ്പ് ചെയ്യുന്നത്. നമുക്ക് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിച്ചിരിക്കുന്ന യന്ത്രങ്ങളാണ് അതിൽ വച്ചിരിക്കുന്നതെല്ലാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്, എല്ലാവരും സംസാരിക്കുന്നത് അതാണ്. ജർമ്മനിയിൽ ചെന്നാലും റോമിൽ ചെന്നാലും ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ്. ഏറ്റവും നല്ല കൾച്ചർ അഗ്രികൾച്ചറാണ്. ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടവർ കൃഷിക്കാരാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്നത് പാടത്ത് പണിയെടുക്കുന്നവരാണ്. ഇതെല്ലാം ലോകത്തിലെല്ലാവരും സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒരു സംസ്കാരം കെട്ടിപ്പടുത്താനോ സാധ്യമല്ല. ഇതിന് വലിയ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രൂപത, നമ്മുടെ മാത്രമല്ല, പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കോതമംഗലം എല്ലാം ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കൃഷിക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും. ഞങ്ങൾക്കും സാമാന്യം നന്നായിട്ട് കൃഷി അറിയാം. ഇരിക്കുന്ന അച്ഛന്മാർ ഞങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ട സ്ഥലത്തൊക്കെ കൃഷിപ്പണി നടത്തുന്നവരും എല്ലാമാണ്. ഈ മലപ്പുറം പ്രദേശമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മെഡിസിറ്റി ആണെങ്കിലും അവിടെ എല്ലാം കൃഷികൾ ഇറക്കി ധാരാളം കൗതുകകരമായ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അച്ഛനും സാധിക്കുന്നുണ്ട്. അതുപോലെ പത്താനത്തച്ഛനാണ് ഇതിൻ്റെ പ്രത്യേക ചുമതല കൂടെ വഹിക്കുന്ന കല്ലാളച്ഛന്. അച്ഛൻ കരണ്ടിൽ വഴിയിൽ തന്നെ നല്ല കർഷകനാണ്. പാടത്ത് പണിയെടുത്ത് അതിൽ 100% സംതൃപ്തി കണ്ടെത്തിയ ഒരാളായിരുന്നു ഈ അടുത്ത കാലത്ത് ദിവംഗതനായ അച്ഛൻ്റെ ചാച്ചൻ. അപ്പം അങ്ങനെ നമുക്ക് ഈ കാർഷിക മേഖലയോട് വളരെയേറെ നമുക്ക് അടുപ്പമുണ്ട്. നമ്മുടെ പ്രൊക്രിയേറ്റർ അച്ഛനാണ് ഈ അരമനയുടെ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് നിങ്ങൾക്കറിയാം. അത് ഭൗതികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് നിങ്ങൾ പള്ളികളും തരുന്ന കാര്യങ്ങളുമെല്ലാം അതിൻ്റെ വ്യക്തിപരമായിട്ട് അതെല്ലാം നോക്കി അന്വേഷിക്കുന്ന ആള് മുത്തനാട്ടച്ഛനാണ്. അച്ഛനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് വലിയ കാര്യമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് ഈ ഫാക്ടറി നമ്മളുടെ പാലായുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റിയെടുക്കണം. വരും കാലങ്ങളിൽ എല്ലാവരും സംസാര വിഷയമാക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ ഫാക്ടറി മാറണം. അതിൻ്റെ 3 കാര്യങ്ങളാണ് കൈലച്ചനോട് പറഞ്ഞത്: പൗഡറിങ്, പൾപ്പിങ്, ഡ്രൈയിങ്. ആ ഒരു ത്രിമാന സ്വഭാവത്തോടു കൂടി ഈ ശാന്തോം ഫാക്ടറി, പാലായുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായിട്ടുള്ള ഈ ഫാക്ടറി എല്ലാ കർഷകരെയും കോർത്തിണക്കുന്ന ഒരു യൂണിഫൈങ് സെൻ്ററായിട്ട് കൂടെ മാറണം.
ഹൈടെക് ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു മുൻഗണന കൊടുക്കാനായിട്ട് ആ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് ഇതിൻ്റെ സ്റ്റാഫിലേക്ക് ഇനി ആവശ്യമായിട്ട് വരും. പ്രധാനമായിട്ടും നമ്മുടെ കിടക്കയിലച്ഛനും അച്ഛൻ്റെ എസ്തേന്തിച്ചന്മാരായിട്ടുള്ള ഫ്രാൻസിസ് അച്ഛനും 2 അച്ഛന്മാരാണ്. ഫ്രാൻസിസ് സാർ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു മെഡിസിറ്റി നമ്മൾ തുടങ്ങിയപ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിന് പ്രാപ്തിയുള്ള ആളുകളെ നമ്മൾ പുറത്തുനിന്നെടുക്കുകയാണ്. മെഡിസിറ്റിയുടെ ഉപകരണങ്ങളൊക്കെ വന്നപ്പോൾ ഒരു സാധാരണ ഡോക്ടറിന് അത് ഓപ്പൺ ചെയ്യാനോ അത് ഫങ്ഷണലാക്കാനോ അറിയത്തില്ല. അതിന് നമ്മൾ തിരുവനന്തപുരത്തുനിന്നും ഒക്കെ മറ്റ് വലിയ എക്സ്പേർട്സിനെ കൊണ്ടുവന്നാണ് അത് ഓപ്പൺ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ഫാക്ടറി. നമുക്ക് ആ രീതിയിൽ അതൊരു ഒരു ഒരു ഇൻ്റലക്ച്വലി ആക്യുമെനുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സെൻ്ററായിട്ടൂടെ അത് മാറണം. അപ്പോഴാണ് ഈ കാർഷിക മേഖലയെ ഹൈടെക് ആക്കാനും ആ ഹൈടെക് കാർഷിക പ്രവൃത്തിയുടെ പ്രോഡക്ട്സ് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ അയക്കാനും സാധ്യമാകുന്നത്. ആ രീതിയിൽ ഇത് വിപ്ലവകരമായ സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഡെപ്തും ബ്രെഡ്ത്തും ആളുകൾ അറിഞ്ഞും കേട്ടും വരുന്നതേ ഉള്ളൂ. അത് കൈകാര്യം ചെയ്യുന്ന കിടക്കയിലച്ഛനും ഫ്രാൻസിസിനും അവർക്കെല്ലാം അതറിയാം. കാരണം അവർ വർഷങ്ങളായിട്ട് അതിൻ്റെ പണിയിലായിരുന്നു. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ നവീനമായ ഡയമെൻഷൻസ് എന്താണെന്ന് ആളുകൾ ഇനിയും അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വലിയൊരു തുറവി നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഉദ്ഘാടനം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. 14-ാം തീയതി തിങ്കളാഴ്ചയാണ്. 2 മന്ത്രിമാരുടെ സാന്നിധ്യം, വാസവൻ സാറും കൃഷി മന്ത്രി പ്രസാദ് സാറും ഇതിൽ വളരെ താല്പര്യമെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോക്കൽ MLA MP എല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ്. അവരുടെ സാന്നിധ്യം ഉണ്ടാകും. 2000-ത്തിലധികം കർഷകരെയാണ് നമ്മളന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടന സമയത്തും വെഞ്ചരിപ്പിനും അതൊരു കർഷക സമ്മേളനം കൂടിയായിട്ട് മാറണം. ഇത് വലിയൊരു 6-7 ഏക്കർ സ്ഥലമുള്ളൊരു ചെറിയൊരു മല പോലെയാണ്. ആ മല നമുക്ക് പലായുടെ ഒരു തേജോ ഗോളമായിട്ട് പഴയ നിയമത്തിലെ മൗണ്ട് നെബോ എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു മലയായിട്ട് നമ്മുടെ ഈ സ്കിൽ ഇന്ത്യ, ഈ ഫുഡ് പ്രൊഡക്റ്റ് ഫാക്ടറിയും ആ സ്ഥലവും മാറണം. ദൈവം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമായിട്ട് മാറണം. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവം ഇത്ര അടുത്ത് സമീപസ്ഥനായ ഏതൊരു ജനതയാണ് വേറെ ഉള്ളതെന്ന്. ആ ഒരു ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം തൊട്ട് അടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഫാക്ടറിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ടുണ്ടാകട്ടെ. ഇതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ച മോൺസിഞ്ഞോർ ബെത്താനത്തെയും ഡയറക്ടർ കിടക്കയിലച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ വൈദികരെയും മറ്റ് ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. തിങ്കളാഴ്ച എല്ലാവരും വരണം. ഇതിൻ്റെ പ്രസക്തി ഇതെന്താണെന്ന് കൃഷിമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നതുകൂടെ നിങ്ങൾ കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അന്നത്തെ ഏറ്റവും തിളക്കമാർന്ന ഒരു കാര്യം 75 മാതൃക കർഷകരെ അന്ന് നമ്മൾ ആദരിക്കുന്നുണ്ട്. അതൊരു ഇതിൻ്റെ ഒരു യുണീക്ക്നെസ്സാണ്. ഈ ദേശത്ത് നന്നായിട്ട് കൃഷി ഇറക്കുകയും മണ്ണിനെ സ്നേഹിക്കുകയും നാണ്യവിളകളും ഭക്ഷ്യ വിളകളുമൊക്കെ സ്വരുക്കൂട്ടുന്ന കർഷകരെ ആദരിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ആത്മാവായിട്ടുള്ളൊരു ഭാഗമെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഏത് കാര്യത്തിനും ഒരു ആത്മാംശം ഉണ്ടല്ലോ. ആത്മാംശം ഈ കർഷകരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ പ്രസക്തി എന്താണെന്ന് ഈ ഹൈടെക് യുഗത്തിലും എല്ലാവരും ഒന്ന് തിരിച്ചറിയുക എന്നൊക്കെയാണ്. അങ്ങനെ കർഷകർക്ക് നല്ലൊരു സങ്കേതമായിട്ട് ഈ കേന്ദ്രം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 ജനറലച്ഛന്മാരുടെയും പ്രൊക്കൈറ്റത്തിൻ്റെയും സാന്നിധ്യം നമ്മുടെ ഈ സമ്മേളനത്തിന് മിഴിവ് കൂട്ടുന്നുണ്ട്. നമുക്ക് ഈ 26-ാം തീയതി രൂപതയുടെ ഏറ്റവും വലിയൊരു സമ്മേളനമാണ്. നമ്മളതേക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കാൻ അവസരമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ എല്ലാ മെത്രാന്മാരും നമ്മുടെ മന്ത്രിമാരും CM-ഉം എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് 26-ന്. അതിന് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം വേണം. അതിനു മുമ്പ് നിങ്ങളെ കണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതാണ്. താങ്ക് യു വെരി മച്ച്.